നമുക്കൊന്ന് കുറച്ച് സയൻറ്റിഫിക് നെയിം പഠിക്കാം. അത് പഠിക്കുന്നതിന് മുമ്പ് ചോദിക്കുക, എല്ലാവരും അപേക്ഷിച്ച് കഴിഞ്ഞല്ലോ അല്ലേ? അവനവൻ്റെ ജില്ലകൾ തന്നെ വയ്ക്കുക. കാരണം വേക്കൻസി നോക്കി മറ്റു പല ജില്ലകളിലേക്കും പോകുന്ന ആളുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ജോലി കിട്ടും, കട്ട് ഓഫ് കുറഞ്ഞ് കിട്ടും, പക്ഷേ എടുപിടിയിൽ നമുക്ക് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. അച്ഛനമ്മമാരെ വിട്ട്, ഭാര്യയെ വിട്ട്, അല്ലെങ്കിൽ ഭർത്താവിനെ വിട്ട്, കുഞ്ഞുങ്ങളെ വിട്ട് മാറി നിൽക്കേണ്ടതായിട്ട് വരും. മാത്രമല്ല നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് അവിടുന്ന് ഓടി വരാൻ പറ്റുന്ന ഒരു സാഹചര്യവും ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും അവനവൻ്റെ ജില്ലകൾ തന്നെ പ്രിഫർ ചെയ്യാൻ നോക്കുക. മത്സരിച്ച് പഠിച്ചാൽ മാത്രം മതി, ജോലി എന്തായാലും കിട്ടും. മറ്റ് ജില്ലകളിൽ പോയി കഷ്ടപ്പെടുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. വീട്ടിനടുത്ത് തന്നെ ജോലി കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? രാവിലെ വീട്ടിൽ നിന്ന് പോകാം, തിരിച്ച് വീട്ടിലേക്ക് എത്താം, സമാധാനം, എന്താവശ്യത്തിനും നമ്മുടെ കുടുംബത്തോടൊപ്പമൊക്കെ നിൽക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും അവനവൻ്റെ ജില്ല ചൂസ് ചെയ്യുന്നതായിരിക്കും വളരെ ബെറ്റർ എന്ന് പറയുന്നത്. ദൂരെ കിട്ടിയതിന് ശേഷം അവിടെ ഇരുന്നിട്ട് മനസ്സ് വിഷമിപ്പിക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ, ചെയ്യണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ ആദ്യമേ തന്നെ നമ്മൾ നമ്മുടെ ജില്ല തന്നെ ചൂസ് ചെയ്യുന്നത്. അതല്ല ഫാമിലി ഫുൾ അവിടെ സെറ്റിൽഡ് ആണ്, ദൂരെ ഏതെങ്കിലും ജില്ലകൾ സെറ്റിൽഡ് ആണ്, ഞാൻ പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നടുത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് അതാത് ജില്ലകൾ തന്നെ നോക്കാവുന്നതാണ്. വടക്കൻ ജില്ലകളിലൊക്കെ നല്ല വേക്കൻസി ഉണ്ട്. അതുമാതിരി തിരുവനന്തപുരത്ത് നല്ല വേക്കൻസി ഉണ്ട്. സയൻറ്റിഫിക് നെയിംസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്ത്യൻ കാറ്റിൽ ബോസ് ഇൻഡിക്കസ്, എക്സോട്ടിക് കാറ്റിൽ ബോസ് ടോറസ്, ഡോഗ് കാനിസ് ഫെമിലിയാരിസ്, ഷീപ്പ് ഓവിസ് ഏരിസ്, പിഗ് സസ് ഡൊമസ്റ്റിക്കസ്, ഗോട്ട് കാപ്ര ഹിർക്കസ്, കാറ്റ് ഫെലിസ് കാറ്റസ്, ഡോങ്കി ഇക്വസ് എസിനസ്, ബഫല്ലോ ബുബാലസ് ബുബാലിസ്, ക്യാമൽ കമേലസ് ഡ്രമാട്രിയസ്, ഹോഴ്സ് ഇക്വസ് ഫെറസ് ക്യാബുലസ്, റാബിറ്റ് ഒറിക്ടോലാഗസ് ക്യൂണിക്കുലസ്. സയൻറ്റിഫിക് നെയിം ഓഫ് ബേർഡ്സ്: ചിക്കൻ ഗാലസ് ഡൊമസ്റ്റിക്കസ്, ഡക്ക് ആനസ് പ്ലാറ്റിറിംഗസ്, കോയൽ കൊട്ടോണിക്സ് ജാപ്പോണിക്ക, ടർക്കി മിലിയാഗ്രിസ് ഗാലപ്പോവം, മസ്കവി ഡക്ക് കൈറീന മൊസ്കാറ്റ, പീജിയൻ കൊളംബ ലിവിയ, ഗിനിയ ഫൗൾ ന്യൂമിഡ മിലിയാഗ്രിസ്. കുറച്ച് ഗ്രാസുകൾ നോക്കാം. സിഗ്നൽ ഗ്രാസ് ബ്രക്യാറിയ ഡിക്കംബൻസ്, കോങ്കോ സിഗ്നൽ ഗ്രാസ് ബ്രക്യാറിയ റുസീസിയൻസിസ്, ഗിനിയ ഗ്രാസ് ഗിനിപ്പുല്ല് പാനിക്കം മാക്സിമം, നേപ്പിയർ ഗ്രാസ് പെന്നിസെറ്റം പർപ്പൂറിയം, സുബാബുൾ അഗത്തി, ല്യൂസിയാന ല്യൂക്കോസെഫല്ല. ഗിനിപ്പുല്ല് കുതിരപ്പുല്ലെന്നാണ് മറ്റൊരു പേര് പറയുന്നത്. ആഫ്രിക്ക, പാലസ്തീൻ, യമൻ പ്രദേശങ്ങളാണ് ജന്മദേശമായിട്ട് വരുന്നത്. കേരളത്തിൽ ഇപ്പോൾ എല്ലായിടത്തും കൃഷി ചെയ്യുന്ന ഒരു തരം പുല്ലാണ്. തണുത്ത കാലാവസ്ഥയിലും ഗിനിപ്പുല്ല് നന്നായിട്ട് വളരും. അഗത്തിക്കകത്ത് മൈമോസിൻ എന്നൊരു വിഷവസ്തു ഉണ്ട്, അത് നമ്മൾ പഠിക്കേണ്ടതാണ്. പോകുന്ന ചാപ്റ്ററിൽ നമ്മളത് റിവൈസ് ചെയ്യും. ഇത് കാലിത്തീറ്റയ്ക്കായും വിറകിനായും മണ്ണിലെ നൈട്രജൻ്റെ അളവ് പോഷിപ്പിക്കുന്നതിനുമൊക്കെ അഗത്തി നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്.